ഹിയർ വി ഗോ. ഇന്ന് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു അഡ്വഞ്ചർ ആയാലോ എന്ന് കരുതി. ഇതാണ് എൻ്റെ ബെസ്റ്റി അമൽ. ഫസ്റ്റ് അഡ്വഞ്ചർ വാട്ടർ ഹണ്ട് അറ്റ് അൽ കബായൽ സെന്റർ. അമലാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ ലൊക്കേറ്റർ. ഫസ്റ്റ് ടൈമാണ് ഈ സെന്ററിൽ കയറുന്നത് തന്നെ. പുള്ളിക്കാരിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. സ്ട്രേറ്റ് വാക്ക്, നോ കൺഫ്യൂഷൻ. എങ്ങോട്ടാ പോണെന്ന് മാത്രം ഒരു പിടിയുമില്ല. അങ്ങനെ ഫൈനലി ദേ ഇരിക്കുന്നു നമ്മൾ നോക്കി വന്ന വാട്ടർ ബോട്ടിൽസ്. അങ്ങനെ മൈ ദുബായിയുടെ വലിയൊരു പാക്കറ്റ് എടുത്ത് നടന്നു നേരെ ക്യാഷ് കൗണ്ടറിലേക്ക്. ജിമ്മിലേക്ക് പോണതിനൊക്കെ ഒരു ഉപയോഗം വേണ്ടേ. എന്നിട്ട് ഫുൾ സ്റ്റൈലില് ബോട്ടിലും എടുത്ത് നേരെ കാർ വരെ എത്തി. ശക്തമല്ലേ ഗായ്സ് നമ്മുടെ ശക്തി വുമൻ. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റോപ്പ് ആയിരുന്നു ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഗ്രോസറീസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. സ്കൂളിൽ കൊണ്ടുപോകാനൊന്നും ഇല്ല. അപ്പൊ കുറച്ച് ഗ്രോസറീസ് ഒക്കെ വാങ്ങാന്ന് വിചാരിച്ചു. അമലുള്ളതുകൊണ്ട് വലിയ ഹെൽപ്പായിരുന്നു ഫുഡ് പ്രിപ്പറേഷൻസിൽ. പുള്ളിക്കാരി നല്ല സൂപ്പർ കുക്കാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ഗായ്സ്. ആദ്യം തന്നെ നേരെ കുഞ്ഞി ട്രോളി എടുത്തു. പിന്നെ അത് ഉരുട്ടി കുക്കിംഗ് ഓയിൽ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. വൺ കളർഫുൾ സെക്ഷൻ ആണിത്, പറയാണ്ട് വയ്യ. നല്ല പച്ച കളർ കുപ്പി ഓയിൽ എടുത്ത് ട്രോളിയിലിട്ടു. എന്നിട്ട് നേരെ ഡയറി സെക്ഷനിൽ പോയി. അവിടെ എന്തോ കാര്യമായ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരെ ഇടിച്ചു കയറി ആവശ്യമുള്ള ലാക്ടോ ഫ്രീ പാലൊക്കെ എടുത്ത് അവിടെ ഇരിക്കുന്ന സീരിയൽസ് ഒക്കെ തട്ടിയിട്ട് നേരെ ട്രോളിയുടെ അടുത്തേക്ക് വന്നപ്പോൾ കാണാം വാട്ട് ആൻ അലമ്പ് ഗേൾ എന്നൊരു കമന്റ്. എന്നിട്ട് ഞങ്ങൾ വെജിറ്റബിൾ സെക്ഷനിൽ പോയിട്ട് നല്ലൊരു സാമ്പാർ മിക്സ് എടുത്തു. എപ്പോൾ ഉണ്ടാക്കാനൊന്നും അറിയില്ല, എന്നാലും ഫ്രിഡ്ജിലിരിക്കുന്നത് കാണുമ്പോൾ ഒരു മനസ്സുഖം. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞി ബ്രോക്കോളിയൊക്കെ എടുത്ത് അമൽ പ്രൈസ് അടിച്ചു. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ ഫ്രൂട്ട് സെക്ഷനിലേക്ക് വന്നു. അവിടെയാണ് ട്വിസ്റ്റ്. ബ്ലൂബെറി ഓഫർ കണ്ടപ്പോൾ വാങ്ങാമെന്നൊരാഗ്രഹം. പക്ഷെ അവിടെ നോക്കിയപ്പോൾ മോസ്റ്റ് ബോക്സസിലിരിക്കുന്ന ബ്ലൂബെറീസും ഹാഫ് ഈറ്റൻ ആയിരുന്നു. എന്നിട്ട് ബാക്കി അവിടെ ബോക്സിൽ നല്ല സുരക്ഷിതമായി തന്നെ വെച്ചിരിക്കുന്നു. ഈ പബ്ലിക്കിനൊന്നും ഒരു സംസ്കാരമില്ലേ ഗൈസ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. വിട്ടുകൊടുക്കില്ല രമണ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഫുൾ ബോക്സ് ഉള്ളത് തന്നെ തപ്പി എടുത്ത് അതിനുശേഷം എന്തൊക്കെയോ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സമയം അനുവദിക്കാത്തത് കൊണ്ട് നേരെ കാഷ്യറിലേക്ക് നടന്നുപോയി. വേഗം ബില്ലടിച്ച് കഴിഞ്ഞപ്പോൾ ദേണ്ടടാ അഗൈൻ അവർ ശക്തി വുമൻ സ്ട്രൈക്സ് അഗൈൻ. ആ ബാഗ് ഫുള്ള് സാധനങ്ങളും എടുത്ത് നേരെ കാർ വരെ വീണ്ടും നടന്നു ആ ശക്തി. ഗിവ് ഹർ എ ലൗഡ് അപ്ലോസ് ഗായ്സ്. ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരാളെ പിക്ക് ചെയ്യാൻ പോകേണ്ടതാണ്. ഫ്രം മിർദിഫ് സിറ്റി സെന്റർ. ഞങ്ങൾ ഗൂഗിൾ മാപ്സ് ഒക്കെ സെറ്റാക്കി ഇറങ്ങി. പക്ഷേ ഗൂഗിൾ ആൻഡ് ഞങ്ങളെ പറ്റിച്ചു. ഞങ്ങൾ വഴിയൊക്കെ മാറി വേറെ എവിടേക്കോ പോയി. ദുബായിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു എക്സിറ്റ് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു റോഡ് ട്രിപ്പ് പോയൊരു ഫീലായിരിക്കും. കുറച്ചധികം ട്രാഫിക്കിലൊക്കെ പെട്ട് ആൻഡ് ഫൈനലി ഞങ്ങൾ ലൊക്കേഷനിൽ എത്തി. ഹിയർ ഇസ് ദ ഗ്രാൻഡ് എൻട്രി ഓഫ് മിസ്റ്റർ നൈജൽ. പുള്ളിക്കാരൻ വേഗം തന്നെ കയറി വന്ന് കോസ്റ്റ്യൂം ഒക്കെ മാറ്റി. എന്തിനാ കോസ്റ്റ്യൂം മാറ്റിയെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പം ലേറ്റ് ആയ കാരണമൊക്കെ ചോദിച്ചു. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നടക്കുന്ന സമയം ഞാൻ കുറെ വീഡിയോ ഒക്കെ സ്ഥലത്തിൻ്റെ എടുക്കാനായിട്ട് മിസ്സായി പോയി ഗൈസ്. എന്നാലും ഞാൻ പറ്റണ പോലെയൊക്കെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ചെറിയ രീതിയിലുള്ള ദുബായ് നൈറ്റ് വ്യൂ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം നമ്മുടെ കോസ്റ്റ്യൂം ചേഞ്ചിലേക്ക് വരാം. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പോണത് ബിലേറ്റഡ് ബർത്ത്ഡേ ബോയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞി സർപ്രൈസ് ട്രീറ്റ് ഒക്കെ കൊടുക്കാൻ. ദേ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഏകദേശം 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ആശാന്റെ വരവ്. എന്നാലും ഫുൾ സ്വാഗിലായിരുന്നു വന്നത്. ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഡിന്നർ കഴിക്കാന്നുള്ളതായിരുന്നു. ഞങ്ങൾ പോയത് അൽനാദയിലുള്ള റാവിസ് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഞങ്ങൾ ഓർഡർ ആക്കിയത് ഒരു മിക്സ് വെജ് ഫ്രൈ, പിന്നെ പനീർ ടിക്ക മസാല, തന്തൂരി റോട്ടി, ഒരു മാന്നാർ ചിക്കൻ കറി, എനിക്ക് പേര് വലിയ ഓർമ്മയില്ല, പിന്നെ നമ്മുടെ മലയാളികളുടെ പ്രൈഡായ പറാട്ടയും അപ്പവും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തെറ്റൊന്നും പറയാനില്ല. എന്നാലും വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു വൈബ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് അഡ്വഞ്ചർ വാസ് ബർത്ത്ഡേ ബോയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള ചടങ്ങായിരുന്നു. 2 കില്ലർ ടീഷർട്ട്സും ഒരു അടിപൊളി പെർഫ്യൂമും ആയിരുന്നു ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്തത്. നമ്മൾ ചോദിക്കും മുന്നേ തന്നെ ആശാൻ എല്ലാം പൊട്ടിച്ച് ടീഷർട്ടും പെർഫ്യൂമും ഒക്കെ ഞങ്ങളെ കാണിച്ചു. ആൻഡ് വിത്ത് ദാറ്റ് ഇന്നത്തെ ആ ലോങ് യാത്ര കംസ് ടു ആൻ എൻഡ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ലൈക്ക് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഡു ഷെയർ യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അപ്പന വീട്ടിലേക്ക് പോയി. അപ്പോൾ സീ യു ഓൾ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. അണ്ടിൽ ദെൻ ബൈ.